ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് എറണാകുളം പോവാണ്. ഉമ്മച്ചി ആരുമില്ല, ഞാനും എൻ്റെ ഉമ്മച്ചിൻ്റെ കുഞ്ഞമ്മാൻ്റെ 2 മക്കളും, ഞങ്ങൾ 3 പേരാണ് പോകുന്നത്. അപ്പോൾ ഇവലൊക്കെ ഞങ്ങൾ ആക്കാനും വേണ്ടി വന്നാട്ടോ. ആ ബാഗിട്ട് ഓളാണ് മെയിനായിട്ട്. ഇവിടെ പഠിക്കണം. അപ്പോൾ ഓളടുത്തേക്ക് അങ്ങനെ പോകുന്നതാണ്, ന്യൂ ഇയറൊക്കെ ഇല്ല, അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ എൻ്റെ അമ്മമ്മ ഉണ്ട്, ഇത് നടന്നു വരുന്ന എൻ്റെ മാമിയാണ്, സീനു മാമി. അപ്പോൾ അവിടുന്ന് ട്രെയിൻ വരുന്നുണ്ട്, ഞങ്ങൾ ട്രെയിൻ എത്താനായിട്ടില്ല. പിന്നെ ഇതാ കണ്ടോ, ഇവരെല്ലാവരും ഉണ്ട് ഞങ്ങളാക്കാൻ. ഐദിന് വരെയുണ്ട്, ചെറിയ കുട്ടി വരെയുണ്ട് ഞങ്ങളാക്കാൻ കേട്ടോ. പിന്നെ അങ്ങനെ ആകെ നോക്കണം എന്താ ഇപ്പോൾ ഇത് സംഭവം എന്നൊക്കെ. ഞാനോളും ഭയങ്കര ഇതാണ്, ഞങ്ങൾ രണ്ടാളാണ് ഫസ്റ്റായിട്ട് പോണത്. അപ്പോൾ ഞങ്ങൾ ട്രെയിൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ കയറാൻ നിൽക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ട്രെയിന് ഞങ്ങൾ നിന്നിടത്തുനിന്ന് കുറേ ദൂരെ കൊണ്ടുപോയാണ്ടാണ് നിർത്തിയത്. ഞങ്ങൾ ലാസ്റ്റ് അങ്ങോട്ട് മണ്ടി. അത് വേറൊരു വൈബായിരുന്നു ഗൈസ്. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. അങ്ങോട്ട് നോക്കൂ, ഇനി ഇങ്ങോട്ടൊന്ന് നോക്കൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനൊക്കെ ഒരു ചെറിയൊരു സ്ഥലം കിട്ടി. അപ്പോൾ അവിടെ വേണ്ടി ഇരുന്ന് ബാഗൊക്കെ ഇട്ട് അതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഞങ്ങൾ റൂമിലെത്തി. റൂമിൻ്റെ കോലം കണ്ടില്ലേ. പിന്നെ ഞങ്ങൾ പിറ്റേന്ന് നീച്ച് ചപ്പാത്തി ചുട്ട് അങ്ങനെ കുറേ തട്ടിക്കൂട്ട് പരിപാടികൾ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. നല്ല ചപ്പാത്തി, നല്ല ഉള്ളി കൂട്ടാനും, നല്ല ചായയും, നല്ല കോഫി. കുഞ്ഞാമ്മാൻ്റെ മോളുണ്ടാക്കിയാണ്. അവൾക്ക് നല്ലൊരു കഴിവുണ്ട് ഫുഡ് ഉണ്ടാക്കാൻ. കണ്ടോ ചായേൻ്റെ ഒക്കെ ലുക്ക്. പിന്നെ ഞാൻ കഴിക്കാൻ തുടങ്ങി. പിന്നെന്താ, ഇനി വൈകുന്നേരം പുറത്ത് പോകണം. അതൊക്കെ രണ്ടാമത്തെ പാർട്ടായിട്ട് വരുന്നതാണ് വീഡിയോ. പിന്നെ ഞങ്ങൾ അവളെ ഫ്രണ്ട്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവളെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ് ഫ്രണ്ടിന്. അങ്ങനെ ഞങ്ങൾ പോയി, ഫ്രണ്ടിനൊക്കെ കിട്ടി. ഞങ്ങൾ പിന്നെ ഫ്രണ്ടിനെ കൊണ്ട് റൂമിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ സർവത്തും വെള്ളമൊക്കെ കുടിച്ച്. അതാണ് നിങ്ങൾ കാണുന്നത്, അയാൾ എടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ അവിടേക്ക് ഒന്ന് കാണിച്ച് നല്ല വൈബായിട്ട് ഗൈസ്. പിന്നെ അവൾ എന്നോട് ഇനി ഞാൻ എന്നെ എടുത്തരാ, ഈ വെള്ളം കുടിക്കണം കാട്ടിത്തരാന്നൊക്കെ പറഞ്ഞാണ്ട്. അപ്പം അങ്ങനെ ഞാൻ വെള്ളം കുടിക്കണതാണ് ഗൈസ് ആ കാണുന്നത്. പിന്നെ ഞങ്ങളുടെ റൂമിലൊരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. അത് അവർ വളർത്തുന്ന പൂച്ചയാണ്. അതവിടെ ഇങ്ങനെ സോഫയിൽ ഇരിക്കുമായിരുന്നു. അപ്പം അതിന് വെറുതെ ജസ്റ്റ് ഒന്ന് കാട്ടി തന്നുള്ളൂ. പിന്നെ ഇവളൊക്കെ ഭയങ്കര ഇതാണ്, പെരേന്ന് കിട്ടിയ അവസരം മുതലാക്കി ചാടിയതാണ് അവളൊക്കെ. ഞാനും ഞങ്ങൾ പെട്ടെന്നാണ്ട് തീരുമാനിച്ചു, പെട്ടെന്നാണ്ട് പോന്നു. പിന്നെ ഞങ്ങൾ ഫ്രണ്ടിനെ തിരിച്ച് കൊണ്ടാക്കാൻ പോവുകയായിരുന്നു. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. മക്കളെ വൈബാണ്, നമ്മളൊന്ന് വന്ന് നോക്കണം, എന്നാലേ അത് പറയാൻ പറ്റുള്ളൂ. നാളെ അമ്മച്ചിയും ഫാമിലിയിൽ നിന്ന് എല്ലാവരും വരുന്നുണ്ട്. അമ്മമ്മ, കുഞ്ഞാമാർ, ഉമ്മച്ചി, പിന്നെ ഉമ്മച്ചീൻ്റെ അനിയത്തികൾ. അപ്പം അങ്ങനെ കുറച്ച് ടീം. അപ്പോൾ ഇനി അവരൊക്കെ നാളെ വരും. അപ്പോൾ ഞങ്ങൾ തലേന്ന് തന്നെ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, പിന്നേക്കൊക്കെ നിന്നാൽ അഥവാ നടന്നില്ലെങ്കിലോ. പിന്നെ ഞങ്ങൾ അവളെ ട്രെയിനിലൊക്കെ കയറ്റി. ഞങ്ങൾ പിന്നെ അവിടെ കുറച്ച് നിന്ന്. അപ്പോൾ കുഞ്ഞാമാൻ്റെ മോളൊക്കെ ടിക്കറ്റ് എടുത്ത് കൊടുക്കാൻ വേണ്ടി പോയിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്ന് മിഠായിയൊക്കെ കഴിച്ച് ഒരു ബൂസ്റ്റ് കുളിക്കൊക്കെ കുടിച്ച്, അതന്നെയാണ് പറയാൻ തോന്നുന്നുണ്ട്. അതൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ റൂമിലോട്ട് വന്ന്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്, ഞങ്ങൾ കഴിക്കണത്. പിന്നെ ഞങ്ങൾ ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം വൈകുന്നേരം. അപ്പോൾ മെട്രോ പോകുന്നത് ഇപ്പോൾ കാണും, ഇപ്പോൾ വരും. അപ്പോൾ ഫ്രണ്ട്സ്, മെട്രോ ആണ് പോകുന്നത് കണ്ടോ. നാളെ അവരെല്ലാവരും വന്നിട്ട് മെട്രോയിൽ പോകാമെന്നാണ് പറഞ്ഞത്. അവർക്ക് ഭയങ്കര പേടി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നൊക്കെ പോന്നിട്ട് ചായയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ചായയൊക്കെ കുടിച്ച്. ഇവിടെ ഞാൻ വോയിസ് റെക്കോർഡ് കൊടുക്കണതിൻ്റെ ഇടയിൽ വന്നുകൊണ്ട് ഓൾ ഇതൊക്കെ ഇങ്ങനെ പറയണേ. നല്ല ചായ, ബിസ്ക്കറ്റ്, പിന്നെ എന്തോ ഒരു ബേക്കറി.